പൂങ്കാറ്റേ പൂവേ പൊൻപൂക്കാലം ചന്ദന പൂങ്കോടിയിൽ ചെമ്പൊന്നിൻ കസവണിഞ്ഞു ആവണി പൂന്തിങ്കൾ ഓണപ്പൂക്കളമൊരുക്കാൻ ചെമ്പകത്തുമ്പിവാ പൂവേ പൊൻപൂപ്പൊലിയായി പൊന്നോണ പൂങ്കാറ്റേ പൂവേ പൊൻപൂക്കാലം ചന്ദന പൂങ്കോടിയിൽ പൊന്നോണക്കാറ്റേ തുമ്പപ്പൂവും നുള്ളി തിരുവോണത്തുമ്പിതുള്ളാൻ വായോവാ പൊന്നോണക്കാറ്റേ തുമ്പപ്പൂവും നുള്ളി തിരുവോണത്തുമ്പിതുള്ളാൻ വായോവാ ചിങ്ങവയൽ കിളി കുഞ്ചകതിർക്കിളി ഓണപ്പാട്ടൊന്നു പാടി ഊഞ്ഞാലാടാൻ വാ ഓണം പൊന്നോണം പൂവേ പൊലി പൊന്നോണം ഓണം പൊന്നോണം പൂവേ പൊലി പൊന്നോണം പൂവേ പൊൻപൂപ്പൊലിയായി പൊന്നോണ പൂങ്കാറ്റേ പൂവേ പൊൻപൂക്കാലം ചന്ദന പൂങ്കോടിയിൽ പൂത്തിരുവാതിര പൂത്താലമേന്തുമീ പുഷ്പോത്സവ പൂക്കോലങ്ങളാടും പൂത്തിരുവാതിര പൂത്താലമേന്തുമീ പുഷ്പോത്സവ പൂക്കോലങ്ങളാടും ഓണസ്മൃതിയുടെ ചാരെ നാണിച്ചു നിന്നു ചുണ്ടത്തേ ആ പൂണ പുഞ്ചിരിയായി ഓണം പൊന്നോണം ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ മാനേജറെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാറിനെ സ്വാഗതം ചെയ്യുന്നു. സീനിയർ മോസ്റ്റ് ജോൺസേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ജയ ചേച്ചി, വേണുവേട്ടൻ, ജോസഫേട്ടൻ, ജോസേട്ടൻ, മറ്റ് എല്ലാ ഏജന്റ് സുഹൃത്തുക്കളെയും മറ്റ് സ്റ്റാഫ് അംഗങ്ങളെയും ഹാർദവമായി ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി രണ്ടുപേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മാഡത്തിന് വിളക്ക് കൊടുക്കുന്നതിന് വേണ്ടി മാഡത്തിന് അടുത്തതായി അതിന് വേണ്ടി ജോൺസേട്ടന് കുര്യൻ സാർ സംസാരിക്കുന്നതിന് വേണ്ടി ആദ്യമായി നമ്മുടെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത മാഡത്തിന് അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
അപ്പൊ ഇവിടെ കൂടുതൽ സംസാരിക്കുന്നതിനൊന്നും വലിയ അർത്ഥമില്ലാന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാവരും കൂടെ കൂടിയിട്ട് എനിക്കറിയാം, ഞാൻ മുന്നേ ബ്രാഞ്ചിലൊക്കെ നമുക്കറിയാം, ബ്രാഞ്ചിലൊന്നും ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടത്തില്ല. ഇതേപോലെ ഏജൻസും സ്റ്റാഫും എല്ലാവരും കൂടി ഓണാഘോഷിക്കുന്ന അറ്റ്മോസ്ഫിയർ നമുക്ക് ബ്രാഞ്ചിൽ കിട്ടത്തില്ല. കാരണം അത് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റത്തില്ല. കുറേ സ്റ്റാഫ് ഉണ്ടാവും, കുറേ ഏജൻസ് ഉണ്ടാവും, അതൊരിക്കലും സക്സസ് ആവുകയില്ല. പക്ഷേ സാറ്റലൈറ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിയുടെ ഒരു കൂടാരാണ് സാറ്റലൈറ്റ് ഓഫീസുകൾ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ലിമിറ്റഡ് സ്റ്റാഫാണ്, ലിമിറ്റഡ് ഏജൻസ് ആണ്. അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്ക് ഒരു ഓഫീസിനെ കൊണ്ടുപോകാൻ പറ്റും. അത് ഒത്തൊരുമയോട് കൂടിയിട്ട് എനിക്കറിയാം, ചാവക്കാടേക്ക് ഞാൻ വരുമ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നല്ല യൂണിറ്റ് ഉള്ള ഒരു ഓഫീസാണ് നമ്മുടെ ചാവക്കാട് സാറ്റലൈറ്റ് ഓഫീസ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്, ഓണായാലും എന്ത് ആഘോഷങ്ങളായാലും ബിസിനസ് ആയാലും അത് നമ്മൾ ഏറ്റവും നന്നായിട്ട് തെളിയിച്ചൊരു ദിവസമാണ് 14-ാം തീയതി. ഞാനൊരു മീറ്റിങ്ങിൽ പറഞ്ഞു, നമുക്കൊരു 150 പോളിസി അന്ന് കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അത് 150 എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ 100 പോളിസിയാണ് നമ്മൾ എത്തിക്കുക എന്നുള്ളത്. പക്ഷെ ആ 100 പോളിസിയിൽ ഒരു പോളിസി പോലും എത്ര കറക്റ്റ് 100 പോളിസി നമുക്ക് വന്നു എന്നുള്ളതാണ് അന്ന്. അത് എല്ലാവരും അത് ഏറ്റെടുത്തു. എന്നോട് അന്ന് പറഞ്ഞിരുന്നു, നിങ്ങളിങ്ങനെ ബിസിനസ് വരുമ്പോൾ മേഡം എത്ര കളക്ട് ചെയ്തു എന്നുള്ളത് ഗ്രൂപ്പിൽ ഇടണേന്ന് പറഞ്ഞു. ഞാനത് ഗ്രൂപ്പിൽ ഇടുന്നുണ്ടായിരുന്നു. എല്ലാവരും അതിനായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചു. അപ്പൊ ആ യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു തെളിവാണ് നമുക്ക് അതൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ലിമിറ്റഡ് ഏജൻസി വെച്ചിട്ട് ഒരു ദിവസം 100 പോളിസി ചെയ്യാന്ന് പറയുന്നത് എല്ലാവരും അതിനെ ഭയങ്കര അനുഭവത്തോടു കൂടി തന്നെ കണ്ടത്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ മാർച്ചിനല്ലാതെ ഒരു ദിവസം അത്രയും പോളിസി വന്നതായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ അത് നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഈ പൂക്കളവും നമ്മുടെ ഈ ഓണം സെലിബ്രേഷനും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്നും നിങ്ങളെല്ലാവരും മുന്നേ നിന്ന് നടത്തുന്നുള്ള ഏറ്റവും വിശ്വാസം. കാരണം അത് മുൻകാലങ്ങളായിട്ട്, ഞാൻ വന്നതിന് ശേഷമല്ല, മുൻകാലങ്ങളായിട്ട് നിങ്ങളെല്ലാവരും മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആചാരമാണിത്. അത് ഇപ്രാവശ്യം മോശമാക്കിയിട്ടില്ല. രാവിലെ നമുക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ആണെങ്കിലും എല്ലാവരും ചുരിദാറിട്ട് സാരി എടുത്തൊക്കെ വന്ന് സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും ഭംഗിയാക്കി. ഇനിയും നമ്മൾ ഇതേ സന്തോഷത്തിൽ ഇതേപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെയും എല്ലാ നന്മകളുടെയും നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഓണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലയാളികളെല്ലാം കേരളത്തിലുള്ളവരെയും ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ഒത്തുചേർക്കുന്ന ഒരു ആഘോഷമാണ്. കേരളം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളുടെ ഒരു നാടാണ്. എന്നിരുന്നാലും ഓണത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ഓണം ആശംസിക്കാം. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ഓണപ്പൂക്കളം, ഓണക്കോടി, ഓണസദ്യ, പിന്നെ ഓണക്കളികൾ എന്നിവയാണ്. എന്നാൽ ഈ ഓണത്തിന്റെ പിന്നിൽ മറ്റൊരു സന്ദേശമുണ്ട്. പരസ്പരം അറിയുക, സ്നേഹിക്കുക, പരസ്പരം സന്തോഷം പങ്കിടുക എന്നുള്ളത്. ഇതൊക്കെയാണല്ലോ നമ്മൾ മഹാബലിയുടെ കഥയിലേക്ക് വരുമ്പോഴും കേരളത്തിലെ അല്ലെങ്കിൽ മാവേലി നാട്ടിലെ ജനങ്ങളെല്ലാം ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടു കൂടി വാണിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഓണക്കാലം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എല്ലാവരും രാജാക്കന്മാരായിരുന്നു, എല്ലാവരും പ്രജകളായിരുന്നു എന്ന അർത്ഥമില്ല. പല ജോലികൾ പലരും ചെയ്തിരുന്നു. പക്ഷെ എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുന്ന അതിൻ്റെ ഒരു ഓർമ്മയാണ് നമ്മൾ ഈ ഓണത്തിന് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ കുടുംബം കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സാറ്റലൈറ്റ് ഓഫീസ്, ഈ LIC കുടുംബം ഇത് ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു കെട്ടിടത്തെ അല്ലെങ്കിൽ ഒരു ഓഫീസിനെ വളരെ സമുചിതമാക്കുന്ന ആ കെട്ടിടത്തിന്റെ ഭംഗിയോ അല്ലെങ്കിൽ ഫയലുകളുടെ എണ്ണമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒന്നുമല്ല, അവിടെ ഇരിക്കുന്ന മനുഷ്യരുടെ മനസ്സാണ്. അവരെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ കൂടിയിരിക്കുന്ന പലരും പല സ്വഭാവമുള്ളവരും, പല വ്യത്യസ്തരും, പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരും, പല അനുഭവ സമ്പത്തുള്ളവരുമാണ്. പക്ഷെ അവരെല്ലാം ഒത്തൊരുമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒത്തൊരുമ ഉണ്ടാകുന്നത്. മറ്റൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും കണക്കാക്കുന്നത് ഇവിടെ ഞാൻ എത്ര ജോലി ചെയ്തു, എത്ര ഫയലുകൾക്ക് തീർപ്പ് കൽപ്പിച്ചു, അല്ലെങ്കിൽ എത്ര ബിസിനസ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയല്ല. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹപ്രവർത്തകരുടെ മനസ്സിൽ നമുക്ക് എത്രമാത്രം പതിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മുടെ സഹപ്രവർത്തകരെ സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഓണത്തിന് അർത്ഥമുണ്ടാകൂ. അപ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന പലർക്കും പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ചെറിയ സന്തോഷങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ കാണേണ്ട ഇവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും?
എന്നുള്ളതാണ്. നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ഒരു കസ്റ്റമറെ അവരെ സഹായിക്കാൻ ഒരു ഏജന്റിനോ ഒരു സ്റ്റാഫിനോ കഴിഞ്ഞുവെങ്കിൽ, ഒരു സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഒരു ഏജന്റിനെ ചേർത്ത് നിർത്താൻ, അവർക്ക് വേണ്ട സഹായം നൽകാൻ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് കഴിഞ്ഞുവെങ്കിൽ, അല്ലെങ്കിൽ ഈ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ, വളരെ ഒരുമയോടുകൂടി ചെയ്യാൻ ആ സ്റ്റാഫിന് വേണ്ട സഹകരണങ്ങൾ നൽകാൻ നമുക്ക് ഏജൻസിന് കഴിഞ്ഞുവെങ്കിൽ ആ ഓണത്തിന് പ്രത്യേകം അർത്ഥമുണ്ടാവുകയാണ്. അങ്ങനെ സന്തോഷത്തിൽ നമുക്ക്, കാരണം ഈ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരുടെയും സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുവാൻ നമുക്ക് കഴിയണം. അത് മനസ്സിൽ ഒരു ആഗ്രഹമായിട്ട് നിലനിൽക്കട്ടെ. അതായിരിക്കണം ഈ ഓണത്തിന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും, അവരുടെ കുടുംബാംഗങ്ങൾക്കും, സുഹൃത്തുക്കൾക്കും, അതോടൊപ്പം പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത പല ഏജന്റ് സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. അവരുടെയും കുടുംബത്തിലും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഓണാശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. ആയിരമോർമകൾ ഒഴുകിയണയുന്നു ഓണത്തിരി നീട്ടും പൂവേ. ആയിരമോർമകൾ ഒഴുകിയണയുന്നു ഓണത്തിരി നീട്ടും പൂവേ. കുന്നിൻ ചേരുവിലും പാടവരമ്പത്തും കുമ്മാട്ടിക്കളിയാടിയതും പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി, പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം കണ്ണിൻ മുത്തായി മാറും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി, പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. കൊല്ലക്കൂടും പൊന്നും ചിങ്ങത്തിൽ കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടും പൊന്നിൻ ചിങ്ങത്തിൽ. പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചൊല്ലാലത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാം നാളെ ചൊല്ലാലത്തം ചിത്തിര ചോദി. പൂവിളിൽ പൊന്നല പൂമുത്തം തോന്നും. നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി.
താലിയും കെട്ടി ഞാൻ പൂമാരനാകും തുടിക്കുന്ന ചുണ്ടിലെ ഈയാം പാറ്റകൾ തുടിക്കുന്ന ചുണ്ടിലെ ഈയാം പാറ്റകൾ താളം തല്ലുമ്പോൾ കണ്ണീ നീ എന്റെ ഊർത്തിരിക്കുന്നു ഓലപ്പഴക്കം താലിപ്പഴക്കം ചുടുനരാവിൽ രസമേളം നിറച്ചോറും ഓളങ്ങൾ താളം തല്ലുമ്പോൾ നിലക്കുരുവി എന്നെ നാട്ടിക്കുന്നു
എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വർഷത്തെ LIC ചാവക്കാടിൻ്റെ ഓണാഘോഷമാണ്. ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു.